ഞാൻ ഇന്ന് വളരെ മികച്ച ഒരു സിനിമ കണ്ടു. സൂപ്പർ ഫിലിം 'ദ ബാറ്റിൽ ഓഫ് അൽജിയേഴ്സ്'. പഴയൊരു ഫിലിമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡോക്യുമെൻ്ററി പോലെ തോന്നിപ്പിക്കുന്ന അതിക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ ഒരു ചിത്രം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് വായിച്ചു. അപ്പോഴാണ് പീറ്റ് സ്നോയഡ്സ് എന്നുള്ള ആൾക്കാർ, പിന്നെ ആ സിനിമയിൽ പേരെടുത്ത് പോലും അധികം പറയാത്ത ഒരു വിഭാഗം ആൾക്കാർ, ഹർക്കികൾ, അവരെ പറ്റിയൊക്കെ അറിയുന്നത്. 1962 8 വർഷത്തെ യുദ്ധത്തിന് ശേഷം ഫ്രഞ്ചുകാർ അവിടെ നിന്ന് മടങ്ങി. എന്നാൽ ഫ്രഞ്ച് ട്രക്കുകൾ തീരത്തേക്ക് നീങ്ങുമ്പോൾ ഭീതിയോടെ നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെയുണ്ട്. കാരണം അവർ ആ ട്രക്കുകളില്ല. അവരാണ് ഹർക്കികൾ. അൾജീരിയക്കാരാണ്. ഏകദേശം 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ വരുന്ന മനുഷ്യർ. സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ഫ്രാൻസിന് വേണ്ടി തോക്കെടുത്ത ആൾക്കാർ. ഫ്രാൻസ് അവരുടെ സൈന്യത്തെയും അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് യൂറോപ്യൻസ്, അതായത് പീറ്റ് സ്നോയഡ്സുകളെയും സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. എന്നാൽ ഹർക്കികളെ അവർ കൈവിട്ടു. ആയുധങ്ങളോ സുരക്ഷയോ ഒരു വ്യക്തമായ പദ്ധതിയോ പോലും ഇല്ലാണ്ട് അവർ അൾജീരിയയിൽ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് അവിടെ നടന്നത് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായ അധ്യായങ്ങളിൽ ഒന്നാണ്. ജനക്കൂട്ടവും നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് പോരാളികളും ചേർന്ന് അവരെ വേട്ടയാടി. 1.5 ലക്ഷത്തോളം ഹർക്കികൾ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പലരെയും ക്രൂരമായി പീഡിപ്പിച്ചു. ചിലരുടെ കുടുംബങ്ങളെ മുഴുവനായി ഇല്ലാതെയാക്കി. അൾജീരിയയിൽ ജീവനോടെ അവശേഷിച്ചവർ ദ്രോഹികൾ എന്ന മുദ്ര കുത്തപ്പെട്ടു ജീവിച്ചു. ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടവരാകട്ടെ വർഷങ്ങളോളം അഭയാർത്ഥി ക്യാമ്പുകളിൽ തടവിലെന്ന പോലെ കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ നമ്മളുടെ രാജ്യത്തെപ്പറ്റി ആലോചിച്ച്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ബ്രിട്ടീഷുകാരിൽ നിന്നിട്ടാണ് ഇത്രയും വലിയ രാജ്യം ഭരിച്ചത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ തന്നെ ആൾക്കാരെ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ വലിയ രാജ്യം ഭരിച്ചത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. 1947 ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നേരിട്ട് സേവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സിപ്പായിമാർ, കൊളോണിയൽ ഭരണം നേരിട്ട് നടത്തിയ ഇന്ത്യൻ സിവിൽ സർവീസ് ICS ഉദ്യോഗസ്ഥർ, തലമുറകളായി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭരണം നടത്തിയ നാട്ടുരാജാക്കന്മാർ, അധിനിവേശ ശക്തികളോട് സഹകരിച്ചവർ എന്ന യുക്തി വെച്ച് നോക്കിയാൽ ഇവരായിരുന്നു നമ്മളുടെ ഹർക്കികൾ. പക്ഷേ അൾജീരിയയിൽ സംഭവിച്ചതുപോലെയുള്ള ഒന്നും ഇവിടെ അവർക്ക് നേരിടേണ്ടി വന്നില്ല. ബ്രിട്ടീഷ് ഭരണം നടപ്പിലാക്കാൻ ജീവിതം മാറ്റിവെച്ച ഒരു ICS ഉദ്യോഗസ്ഥൻ ഓഗസ്റ്റ് 15 ഉണർന്നപ്പോൾ ഇന്ത്യയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറി. ബ്രിട്ടീഷ് യൂണിഫോം ധരിച്ചിരുന്ന സിപ്പായിമാർ അതേ യൂണിഫോം വീണ്ടും തുടർന്നും ധരിച്ചു, പുതിയൊരു പതാകയ്ക്ക് കീഴിൽ എന്ന് മാത്രം. ബ്രിട്ടീഷ് റെസിഡൻറ്റിന് മുന്നിൽ തലകുനിച്ച് നിന്ന മഹാരാജാക്കന്മാർക്ക് അവരുടെ കൊട്ടാരങ്ങളും പദവികളും സർക്കാർ പെൻഷനുകളും വർഷങ്ങളോളം കിട്ടി. ഇവിടെ അവർക്ക് കൂട്ടക്കൊലകളോ വേട്ടയാടലുകളോ നാടുകടത്തലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം എന്തായിരിക്കും? ഒരേപോലെ അധിനിവേശ ശക്തികളെ സേവിച്ച പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് 2 സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ വിധിയുണ്ടായത്? കാരണം ആരായിരുന്നു ആ സഹായികൾ എന്നതിലല്ല കാര്യം, ആ അധിനിവേശം എങ്ങനെ അവസാനിച്ചു എന്നതിലായിരുന്നു. അൾജീരിയയുടെ സ്വാതന്ത്ര്യം യുദ്ധത്തിലൂടെ നേടിയെടുത്തതായിരുന്നു. ചർച്ചകൾ വിജയിക്കുന്നതിന് മുൻപ് ഫ്രാൻസിനെ യുദ്ധക്കളത്തിൽ പരാജയപ്പെടുത്തിയ ഒരു വിപ്ലവം. അത്തരമൊരു യുദ്ധത്തിൽ അധിനിവേശക്കാരൻ്റെ സഹായി എന്ന വാക്കിന് കൃത്യമായ അർത്ഥമുണ്ട്. ചോര വീണ യുദ്ധക്കളത്തിൽ സ്വന്തം ജനങ്ങൾക്കെതിരെ തെറ്റായ പക്ഷത്തു നിന്ന് നിങ്ങൾ തോക്കെടുത്ത് പോരാടി എന്നാണ് അതിനർത്ഥം. എന്നാൽ ഇന്ത്യയിലെ അധികാര കൈമാറ്റം ചർച്ചകളിലൂടെയായിരുന്നു, ആയുധബലത്തിലൂടെ ആയിരുന്നില്ല. ഇവിടെ തോറ്റോടിയ ഒരു കൊളോണിയൽ സൈന്യമില്ലായിരുന്നു. ബ്രിട്ടീഷ് ഭരണം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോലുകൾ പുതിയ ഭരണാധികാരികൾക്ക് കൈമാറി സമാധാനത്തോടെ മടങ്ങുകയാണ് ചെയ്തത്. ഏറ്റവും പ്രധാനമായി ആദ്യ ദിവസം മുതൽ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഇന്ത്യൻ ഭരണകൂടത്തിന് ഈ ഉദ്യോഗസ്ഥരെയും സൈനികരെയും രാജാക്കന്മാരെയും ഒക്കെ ആവശ്യമായിരുന്നു. അവർ ശിക്ഷിക്കപ്പെടേണ്ട ദ്രോഹികളായിരുന്നില്ല, മറിച്ച് ആ ഭരണയന്ത്രം എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നറിയാവുന്ന ഒരേ ഒരു വിഭാഗമായിരുന്നു. ഒരേ സാമ്രാജ്യ യുക്തി, ഒരേപോലുള്ള സഹായികൾ, എന്നാൽ തികച്ചും വ്യത്യസ്തമായ 2 വിധികൾ. ഒന്ന് നിശബ്ദതയിലും ചോരയിലും മുങ്ങിപ്പോയി, മറ്റൊന്ന് ഒരു മടിയും കൂടാണ്ട് പുതിയ രാഷ്ട്രത്തിൻ്റെ ഭാഗമായി മാറി. ആ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ലേ? അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. 1857 റിവോൾട്ടല്ലേ നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോഴായിരുന്നു നമുക്ക് വിജയം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരുടെ വിധി, മീൻസ് ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്ന ഇന്ത്യക്കാരുടെ വിധി ചിലപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്നതാവണമെന്നില്ലായിരുന്നു. ചിലപ്പോൾ അവർക്കും അന്നും ഒരു വയലൻറ്റ് വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം അതൊരു സായുധ വിപ്ലവമായിരുന്നല്ലോ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അല്ലേ?